അത് തെറ്റായിട്ടുള്ളൊരു നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. ഉടനെ തന്നെ അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി എനിക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. പക്ഷേ സദസ്സിൽ നിന്ന് ആരും അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് എനിക്ക് ഒരു പ്രയാസം തോന്നിയത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിറഞ്ഞ കയ്യടിയോട് പല ആളുകളും ഒത്തിരി ആളുകൾ അത് കൈയടിച്ചു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ളൊരു സിനിമാ സംവിധായകനാണ്. ഈ കണ്ട കാലവും ഈ സിനിമാ മേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ളൊരു വ്യക്തിയുമാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്, ഇവിടുത്തെ SC/ST വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് അവർ നൂറ്റാണ്ടുകളായിട്ട് അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള മനുഷ്യരാണ്. ഞങ്ങളുടെയൊക്കെ അപ്പനപ്പൂപ്പന്മാർ അധ്വാനിച്ച് സ്വന്തമായിട്ട് വരുമാനമില്ലാതെ അടിമകളായിട്ട് ജീവിച്ചിട്ടുള്ളൊരു സമൂഹമായിരുന്നു. ഞങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടിയിട്ട് തന്നെ പതിറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ. അത്തരത്തിലുള്ള ഒരു സമൂഹം ഉയർന്നു വരാൻ അതിനുള്ള നമ്മുടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ പോളിസി ഉണ്ടല്ലോ, അതിനെ തുരങ്കം വയ്ക്കുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ്, ഒരു സമീപനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്, അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. തീർച്ചയായിട്ടും അത് എതിർക്കപ്പെടേണ്ടതാണ്. മാത്രമല്ല, നമ്മുടെ സർക്കാർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ തള്ളിക്കളയാണ് ഉണ്ടായത്. സജി ചെറിയാൻ അതിന് കൃത്യമായി നമ്മുടെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി അതിന് കൃത്യമായ മറുപടി കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ നിലപാടിനെ തള്ളിക്കളയാണ് ഉണ്ടായിട്ടുള്ളത്.